നമസ്കാരം. തൻ്റെ മുൻഗാമികളായ പോപ്പുകളിൽ നിന്നും തീർത്തും വ്യത്യസ്ത വഴി സ്വീകരിച്ചതിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകം കൈയടിച്ചത്. ഇത്രയേറെ സാധാരണക്കാരുടെ ജീവിതം പിന്തുടർന്ന ഒരു പോപ്പ് ഇതിനു മുൻപ് ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞാലും ഒട്ടും അതിശയോക്തിയാവില്ല. വിവിധ വിഷയങ്ങളിൽ കൈക്കൊള്ളുന്ന വ്യത്യസ്ത നിലപാടുകൾ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിലും പിന്തുടരാൻ അദ്ദേഹത്തിന് സാധിച്ചു. മരണാനന്തരം നടക്കുന്ന ചടങ്ങുകളെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. ആശുപത്രിയിൽ രോഗാവസ്ഥയിലായിരുന്നപ്പോൾ അതിനെക്കുറിച്ചും അദ്ദേഹം വ്യക്തമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കനുസരിച്ച് പോപ്പിൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടെയും അദ്ദേഹം എഴുതി ചേർക്കുന്നത് പുതുചരിത്രം തന്നെയാണ്. തൻ്റെ അവസാന നാളുകളിൽ പോപ്പ് തൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു. 21 പുതിയ കർദിനാൾമാരെ നിർദ്ദേശിക്കുകയും അവർക്ക് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിനുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഞാനൊരു പുതിയ ആചാരം ആരംഭിക്കും എന്നാണ് തൻ്റെ ശവസംസ്കാരം ലളിതമാക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച് അദ്ദേഹം ലോകത്തോട് പറഞ്ഞത്. റോമൻ പാപ്പയുടെ സംസ്കാരം ഒരു ഇടയൻ്റെയും ക്രിസ്തു ശിഷ്യൻ്റെയും ശവസംസ്കാരമാണെന്നും ഈ ലോകത്തിലെ ശക്തനായ ഒരു മനുഷ്യൻ്റേതല്ലെന്നും കൂടുതൽ ഊന്നി പറയുവാൻ ഉദ്ദേശിച്ചാണ് പാപ്പയുടെ ശവസംസ്കാര നടപടിക്രമം പിൻവലിക്കുന്നതെന്ന് ആരാധനക്രമങ്ങളുടെ മാസ്റ്റർ മോൺസിഞ്ഞോർ ഡീഗോ റാവെല്ലി വ്യക്തമാക്കി. വത്തിക്കാന് പുറത്ത് സെന്റ് മേരി മേജർ റോമൻ ബസിലിക്കയിൽ തന്നെ സംസ്കരിക്കണമെന്നതാണ് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചത്. മുൻഗാമികളെപ്പോലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ സംസ്കാര ചടങ്ങ് വേണ്ടെന്ന നിർദ്ദേശമാണ് മാർപ്പാപ്പ മുന്നോട്ട് വെച്ചത്. മാർപ്പാപ്പയുടെ പ്രിയപ്പെട്ട ദേവാലയമാണ് സെന്റ് മേരി മേജർ റോമൻ ബസിലിക്ക. വിദേശയാത്രയ്ക്കും പോകുന്ന വേളകളിലും പ്രത്യേക അവസരങ്ങളിലും ഫ്രാൻസിസ് മാർപ്പാപ്പ സെന്റ് മേരി മേജർ റോമൻ ബസിലിക്കയിലെ കന്യാമറിയത്തിന്റെ പ്രതിമയുടെ മുന്നിൽ പ്രാർത്ഥിക്കാറുണ്ട്. ചടങ്ങുകൾ ലളിതമായിരിക്കണമെന്ന് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരുന്നു. പാപ്പ റോമിലായിരിക്കുമ്പോഴെല്ലാം ഞായറാഴ്ച രാവിലെ സെന്റ് മേരി മേജർ റോമൻ ബസിലിക്കയിൽ പോകുന്നത് പതിവാണ്. മാർപ്പാപ്പ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു സാധാരണ കല്ലറയാണ്. മെക്സിക്കൻ മാധ്യമമായ N+ നൽകിയ അഭിമുഖത്തിൽ ഖബറിടം നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടപ്പാക്കുന്നതോടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണം പരമ്പരാഗത മാർപ്പാപ്പയുടെ ശവസംസ്കാര ചടങ്ങുകളിൽ നിന്നുള്ള ഒരു സുപ്രധാന മാറ്റം തന്നെയായിരിക്കും. ഒരു നൂറ്റാണ്ടിലേറെയായി വത്തിക്കാന് പുറത്ത് സംസ്കരിക്കപ്പെടുന്ന ആദ്യത്തെ മാർപ്പാപ്പ എന്ന ഖ്യാതിയും അദ്ദേഹത്തിന് സ്വന്തമാകും. 90ഓളം പോപ്പുകളുടെ ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന സെന്റ് പീറ്റേഴ്സിന് താഴെയുള്ള ഗ്രോട്ടുകളിൽ അടക്കം ചെയ്യുന്നതിന് പകരം റോമിലെ എസ്ക്ലിനോ പരിസരത്തുള്ള സാന്താ മരിയ മഗിയോറിന്റെ ബസിലിക്കയിലായിരിക്കും അദ്ദേഹത്തെ സംസ്കരിക്കുക. സംസ്കാര ചടങ്ങുകളിലെ മറ്റൊരു പ്രധാന മാറ്റം അടക്കം ചെയ്യുന്ന രീതിയാണ്. ചരിത്രപരമായി സൈപ്രസ്, സിങ്ക്, എൽമ എന്നിവ കൊണ്ട് നിർമ്മിച്ച 3 പെട്ടികളിലായിട്ടാണ് മാർപ്പാപ്പമാരെ അടക്കം ചെയ്തിരുന്നത്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന്റെ ആഗ്രഹം അനുസരിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയെ സിങ്ക് പാളികളുള്ള ഒരൊറ്റ മരപേടകത്തിലാകും അടക്കം ചെയ്യുക. സംസ്കാര ചടങ്ങിൽ പോപ്പിന്റെ മുഖത്ത് വെളുത്ത സിൽക്ക് തുണി വിരിച്ച ശേഷം പേടകം മുദ്രവെക്കുന്നത് പതിവാണ്. ഇത് ജീവിതത്തിൽ നിന്ന് നിത്യതയിലേക്കുള്ള മാറ്റത്തെ അടയാളപ്പെടുത്തുന്ന പ്രതീകാത്മക ചടങ്ങാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അച്ചടിച്ച നാണയങ്ങളടങ്ങിയ ഒരു ബാഗും പോപ്പിന്റെ ജീവിതവും നേട്ടങ്ങളും വിവരിക്കുന്ന റൊജിറ്റോ എന്ന രേഖയും പേടകത്തിനുള്ളിൽ സ്ഥാപിച്ചേക്കാം. പേടകം മുദ്രവെക്കുന്നതിന് മുമ്പ് റൊജിറ്റോ പരസ്യമായി വായിക്കുന്നതും പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ സ്വകാര്യ ചാപ്പലിലേക്ക് മാറ്റും. അവിടെ വെള്ള കാസയ്ക്ക് ധരിപ്പിച്ച് സിങ്ക് പാളികളുള്ള മരപ്പേടകത്തിൽ കിടത്തും. ആചാരപരമായ ആദരവും തുടർച്ചയും നടപ്പാക്കുന്ന നടപടിയാണ്. അദ്ദേഹത്തിന് മിത്രയും പാലിയും മാറ്റിവെക്കുമെന്നും ചുവന്ന തിരുവസ്ത്രങ്ങൾ അണിയിക്കുമെന്നും വത്തിക്കാൻ നടപടിക്രമങ്ങൾ വ്യക്തമാക്കുന്നു. മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുന്നതാണ് ഈ കാലയളവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. മുൻകാല പാരമ്പര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എംബാം ചെയ്ത് ശരീരം ഉയർത്തിയ പീഠത്തിലോ കാറ്റാഫാൽക്കിലോ സ്ഥാപിക്കില്ല, മറിച്ച് പേടകത്തിൽ തന്നെ സൂക്ഷിക്കാനാണ് സാധ്യത. ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ലാളിത്യത്തോടുള്ള മുൻഗണനയും മരണാനന്തര ചടങ്ങുകൾ ആർഭാടരഹിതമാക്കണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹവും മാനിച്ചാണ്. പരമ്പരാഗതമായി മാർപ്പാപ്പയുടെ സംസ്കാരം മരണശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് നടക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യത്തിൽ മരണശേഷം 4-6 ദിവസത്തിനകം സംസ്കാരം നടക്കുമെന്നും തുടർന്ന് 9 ദിവസം വരെ റോമിലെ വിവിധ പള്ളികളിൽ അനുബന്ധ ചടങ്ങുകൾ നടക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത പ്രധാന ഘട്ടം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് ആണ്. മാർപ്പാപ്പയുടെ മരണശേഷം 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ കോൺക്ലേവ് സാധാരണയായി ചേരും. ഈ ഇടക്കാലയളവിൽ സഭയുടെ താൽക്കാലിക മേൽനോട്ടം വഹിക്കുന്ന കർദിനാൾ സംഘം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ തയ്യാറെടുക്കും. കർദിനാൾ സംഘത്തിന്റെ ഡീനായ കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്ററെ കോൺക്ലേവിന് അധ്യക്ഷത വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 80 വയസ്സ് കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന് വോട്ടവകാശം ഉണ്ടായിരിക്കില്ല. ഈ സാഹചര്യത്തിൽ സബ് ഡീനോ, പ്രായം കുറഞ്ഞ മുതിർന്ന കർദിനാളോ അദ്ദേഹത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്.